അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രവൃത്തിയില്ലാത്ത അറിവ് പാഴാണ്, അറിവില്ലാത്ത പ്രവൃത്തി മണ്ടത്തരവുമാണ്. ഈ സന്ദേശം നമുക്ക് നൽകിയ മഹാപണ്ഡിതനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹിന്റെ ജീവിതവും സന്ദേശവുമാണ് ഇന്ന് നാം അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ആരാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ്? ഇറാനിലെ തൂസ് നഗരത്തിൽ 1058 അദ്ദേഹത്തിന് ജനനം. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് അബൂ ഹാമിദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസാലി. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു പണ്ഡിതനായിരുന്നു. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ഒരു മുജദ്ദിദായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസവും പഠനവും തൂസ്, ജോർജൻ, നിഷാപൂർ, നിസാമിയ കോളേജിൽ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് വിദ്യാഭ്യാസം നേടിയത്. കൂടാതെ പ്രശസ്ത പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് നേടി. ബാഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ പ്രധാന അധ്യാപകനായും സേവനം ചെയ്തു. ജീവിതത്തിലെ ആ വലിയ മാറ്റം, പ്രശസ്തിയും സ്ഥാനവും തൻ്റെ ആത്മീയ ലക്ഷ്യത്തെ മറികടക്കുന്നതായ സന്ദർഭത്തിൽ കുടുംബത്തിന് കഴിയാനുള്ളത് മാത്രം കരുതി വെച്ച് അദ്ദേഹം ജോലി വിട്ടു. എന്നിട്ട് അദ്ദേഹം ഒരു 10 വർഷം നീണ്ടൊരു യാത്ര പുറപ്പെട്ടു. ഡമാസ്കസ്, ജെറൂസലാം, മദീന, മക്ക ഈ സ്ഥലങ്ങളോടൊക്കെ അദ്ദേഹം യാത്ര ചെയ്തു. ഈ യാത്രയിൽ അള്ളാഹിനോടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തി. ഇമാമിൻ്റെ പ്രധാന കൃതികൾ. ഇമാം ഗസാലിൻ്റെ പ്രധാനമായൊരു പുസ്തകമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. 1906 അത് 4 വാള്യങ്ങളായി പൂർണ്ണമാക്കി. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കപ്പെട്ട ഒരു പുസ്തകമായിരുന്നു അത്. ഇത് ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ കഴിയാക്ഷരത്തിൽ എഴുതിയ ഒരു ഫോട്ടോവും ഇതൊരു 4 വാള്യങ്ങളുടെ ഒരു ഫോട്ടോവുമാണ്. അതുപോലെ തൻ്റെ ശിഷ്യന് വളരെ സ്നേഹത്തോടെ നൽകിയ ഒരു പുസ്തകമാണ്, ഉപദേശങ്ങളുടെ സമാഹാരമാണ് അയ്യുഹൽ വലദ് എന്ന മറ്റൊരു പുസ്തകം. നല്ല അറിവ് നേടിയാൽ മാത്രം മതിയില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇമാമിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ: അറിവ് പ്രവൃത്തിയിലേക്ക് നയിക്കണം. എല്ലാ പ്രവൃത്തിയും അള്ളാഹിൻ്റെ ഇഷ്ടം ലക്ഷ്യമാക്കി ചെയ്യണം. അഹങ്കാരം, ദേഷ്യം, പക ഇന്നൊക്കെ ഒഴിവാക്കി ഹൃദയത്തെ ശുദ്ധീകരിക്കണം. എല്ലാ ദിവസവും നമ്മളെ പ്രവൃത്തിയെ പരിശോധിച്ച് സ്വയം വിലയിരുത്തണം. ഇമാമിൻ്റെ അവസാന നാളുകൾ. ജീവിതത്തിൽ 70-ൽ കൂടുതൽ പുസ്തകങ്ങൾ രചിച്ചു. 1911 ഡിസംബർ മാസത്തിൽ ഒരു ദിവസം സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരു സുന്ദരമായ മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇന്ന് വരെ ഒരു മുസ്ലിം ലോകത്ത് അറിവിൻ്റെയും ആത്മീയതയുടെയും പ്രകാശമായി നിലനിർത്തുന്നു. ഇമാം നമ്മെ പഠിപ്പിച്ചത് ജീവിതത്തിൽ അറിവ് നേടുക, എന്നാൽ അതനുസരിച്ച് ജീവിക്കുകയും വേണം. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ സന്ദേശം. ഒരിക്കൽ കൂടി അറിവിൻ്റെ പ്രാധാന്യം ഇമാം ഗസാലിയിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.